ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മൾ വീഡിയോ എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. ഞാൻ 7 മണി മുതലുള്ള കാര്യങ്ങളാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കണമെന്ന് യാതൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് നിന്നു. പിന്നെ നല്ല മഞ്ഞും നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റൂമിലേക്ക് തിരിച്ചു വന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ എഗ് റോളാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ ഡിന്നറിന് 2 ചപ്പാത്തി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തട്ടിക്കൂട്ടിയിട്ടൊരു എഗ് റോളാക്കി എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് വെറുതെ നാശമായി പോവും. നമ്മൾ ഭക്ഷണമൊന്നും അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാണ്. ഇനി നമ്മൾക്ക് നേരത്തെ തംബ്നെയിലിൽ പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കാം. അതായത് വേറൊന്നുമല്ല, നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ജോലികളൊക്കെ വേഗം ചെയ്ത് തീർക്കണമെന്ന് വിചാരിക്കും. പക്ഷേ എത്ര നേരത്തെ എണീറ്റാലും ജോലികളൊന്നും ചെയ്ത് തീരുന്നില്ല. ഒന്നിനൊരു ടൈം കിട്ടുന്നില്ല. ഇബാദത്തുകൾ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ റെസ്റ്റ് എടുക്കാനോ ഒന്നിനും ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് കണ്ടിരുന്നു. ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എവിടെയാണ് നിങ്ങളെ ടൈം പോകുന്നത് എന്നുള്ളത്. നിങ്ങളെത്ര നേരത്തെ എണീറ്റാലും നിങ്ങളെ ജോലി ചെയ്ത് തീർക്കാൻ പറ്റാതെ ഇരിക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ ഒന്നിനും ടൈം കിട്ടിയിരുന്നില്ല. എത്ര നേരത്തെ എണീറ്റാലും ജോലികളൊന്നും ചെയ്തു തീരില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടാവും കറക്റ്റായിട്ട് വേഗം ജോലികൾ ചെയ്തു തീർക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ അതൊന്നും നടക്കില്ല. അതേപോലെ തന്നെ കറക്റ്റ് ബാങ്ക് കൊടുത്ത സമയത്ത് തന്നെ നിസ്കരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ജോലികൾ കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നിസ്കരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ലൈഫ്. പിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ ചേഞ്ചായി. എൻ്റെ സമയം പോകുന്നത് എങ്ങനെയെന്നുള്ളത് ഞാനൊന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ കാരണം വേറൊന്നുമല്ല, മൊബൈലിൽ നോക്കിയിരുന്നിട്ടാണ് എൻ്റെ ടൈമൊക്കെ പോയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മൊബൈലിനൊരു അഡിക്റ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ ഉടനെ ആദ്യം തന്നെ നോക്കുക മൊബൈലാണ്. അതിലെന്തൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറേ നേരം എൻ്റെ അങ്ങനെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ തുറന്ന് നോക്കണം. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈം നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും മൊബൈൽ എടുക്കുക. അത് കഴിഞ്ഞാൽ വാട്സാപ്പ് ഒന്ന് എടുത്ത് നോക്കിയാലൊന്ന് തോന്നും. അതിൽ വല്ല മെസ്സേജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാനും അതേപോലെ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ടൈമൊക്കെ പോകും. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമാണ് എടുക്കുക. ഇൻസ്റ്റഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ സ്റ്റോറീസൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇരുന്ന് കണ്ടാൽ തന്നെ 1/2-3/4 മണിക്കൂറോളം അങ്ങനെ പോകും. പിന്നെ റീൽസ് കണ്ടാൽ പിന്നെ സമയം പോകുന്നത് അറിയേയില്ല. റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് കുറേ ടൈം അങ്ങനെ പോകും. പിന്നെ യൂട്യൂബ് എടുത്ത് നോക്കിയിട്ട് അതിലും കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ഷോർട്സൊക്കെ കണ്ട് അങ്ങനെ കുറേ ടൈം പോകും. ചുരുക്കി പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂറോളം വെറുതെ വേസ്റ്റായി പോവാണ്. നമ്മളങ്ങനെ റീൽസ് ഒന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്നില്ല നമ്മളെ ടൈം പോവാന്നുള്ളത്. പിന്നെ ടൈം നോക്കുമ്പോഴാണ് ശരിക്കും ഞെട്ടുക. ഹസ്ബൻഡ് വരുമ്പോഴത്തേന് വേഗം ഫുഡ് ഉണ്ടാക്കണം, വീട് ക്ലീൻ ചെയ്യണം, കളാ ആക്കാതെ വേഗം നിസ്കരിക്കണം, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള പിന്നെ അങ്ങോട്ടൊരു ജഗപൊകയാണ്. പിന്നെ എനിക്ക് തോന്നി ഇനി ഇങ്ങനെ ആയാൽ ശരിയാവില്ല. ഇങ്ങനെ കുറേ നേരം മൊബൈലിൽ നോക്കി ടൈം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രൊഡക്റ്റീവ് ലൈഫാക്കി മാറ്റാൻ നമ്മളത് പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്നൊരു ചേഞ്ച് എനിക്ക് വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു തീരുമാനം എടുത്തു. നമ്മൾ മൊബൈൽ നോക്കണം, അത് ആവശ്യത്തിന് മാത്രം. നമ്മൾ ചെയ്ത് തീർക്കാനുള്ള ജോലികളൊക്കെ വേഗം ചെയ്ത് തീർത്തിട്ട് പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ടൈം അവിടെ കിട്ടും റെസ്റ്റ് എടുക്കാനും അല്ലാത്തതിനൊക്കെ. ആ സമയത്ത് മാത്രം നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കാണാം, അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി നോക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മൊബൈൽ ആ ഒരു ഫ്രീ കിട്ടുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ഒരാൾക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഫോൺ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്തതെന്ന് വെച്ചാൽ കുറച്ച് ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ടാണ്. അത് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാം. ഇപ്പോഴും ഞാൻ തീരെ ഫോൺ യൂസ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. ഞാൻ അത്യാവശ്യത്തിന് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ യൂട്യൂബ് ചാനലുള്ളത് കൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഞാൻ ഫോൺ യൂസ് ചെയ്യും. അതേപോലെ തന്നെ എനിക്ക് യൂട്യൂബിൽ കുറച്ച് ഇഷ്ടപ്പെട്ട ചാനൽസ് ഉണ്ട്. അവരെ വ്ളോഗ്സും വീഡിയോസും പിന്നെ കുറച്ച് മോട്ടിവേഷനായിട്ടുള്ള വീഡിയോസ്, ഇസ്ലാമിക് ടോക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതിനൊക്കെ ഞാൻ ഫോൺ യൂസ് ചെയ്യും. പക്ഷേ അതൊന്നും എൻ്റെ വീട്ടുജോലിയെയോ അതല്ലെങ്കിൽ ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെയോ ഏതൊരു കാര്യത്തെയും പോലെ തന്നെ മൊബൈൽ കൊണ്ടും നമുക്ക് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഈ മൊബൈലിലുള്ള യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല നല്ല അറിവുകളൊക്കെ നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ക്ലാസ് യൂട്യൂബിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊന്നും പോയി പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സ്റ്റിച്ചിങ് ആണെങ്കിലും ഞാനൊക്കെ സ്റ്റിച്ചിങ് പഠിച്ചത് തന്നെ യൂട്യൂബിൽ നോക്കിയിട്ടാണ്. ഏതൊരു മോഡൽ ഡ്രസ്സ് വേണമെങ്കിലും യൂട്യൂബിൽ നമുക്കതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഉള്ളതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്നാണ് പഠിച്ചത്. അതേപോലെ തന്നെ നമുക്ക് ക്രാഫ്റ്റ്, എംബ്രോയ്ഡറി, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്, ഖുർആൻ ജേർണലിങ് അങ്ങനെ എന്ത് കാര്യമാണോ നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് അതൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ശരിക്കും യൂസ്ഫുള്ളാണ്. നമുക്ക് പുറത്തൊന്നും പോയി ഫീസ് കൊടുത്തിട്ടോ അങ്ങനെയൊന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ മൊബൈലുള്ളത് ശരിക്കും യൂസ്ഫുള്ളാണ്. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതും നമ്മൾ ചെയ്ത് തീർക്കേണ്ട ജോലികൾ വേഗം ചെയ്ത് തീർത്തതിൻ്റെ ശേഷം മാത്രം മൊബൈൽ നോക്കുക. ഈ മൊബൈലിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ് നമ്മളെ സമയം കളയുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക. ഫോൺ അഡിക്ഷനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അതിനൊക്കെ കറക്റ്റായിട്ടൊരു ടിപ്സ് ഫോളോ ചെയ്താൽ മാത്രം മതി. നമ്മൾ മാറണം എന്ന് നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രയധികം കാര്യങ്ങൾ പറയാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ഇതിലിപ്പോൾ നിങ്ങളൊരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു റെസിപ്പി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് ചേഞ്ചായിട്ടാണ് ഇപ്രാവശ്യം നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ നമ്മളെ ഈ ഒരു ഫോൺ അഡിക്ഷൻ്റെ ടോപ്പിക്ക് ഒരുപാട് നീണ്ടുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു നെയ്ച്ചോറിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാ കുഴപ്പമില്ല, നമുക്ക് വേറൊരു ദിവസം ഇനി നെയ്ച്ചോറ് വെക്കുമ്പോൾ റെസിപ്പി ഷെയർ ചെയ്യാം. പിന്നെ എനിക്കറിയാം നിങ്ങൾക്ക് കൂടുതലും കുക്കിങ്ങിനേക്കാളും ഇതുപോലുള്ള മോട്ടിവേഷനായിട്ടുള്ള ടോക്സും ഇസ്ലാമിക് ടോക്സൊക്കെയാണ് കേൾക്കാൻ ഇൻട്രസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ഇതാ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ബർക്കയിലുള്ള മാർക്ക് ആൻഡ് സേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചായിട്ട് അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മാർക്ക് ആൻഡ് സേവിൽ ഇപ്പോൾ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതാ ഈ ഒരു പ്രയർ മാറ്റ് ഉണ്ടല്ലോ, ഇതെനിക്ക് വാങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഞാനിവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ സാധാരണ ഒരു മുസല്ല വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതന്നെ മതി. പിന്നെ അതാ കുറേ ഇതുപോലുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇവിടുത്തെ ഒമാനീസ് ഇങ്ങനെ കുറേ വാങ്ങിക്കൊണ്ടുപോകുന്നതൊക്കെ കാണാം. നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുക എന്ന് മാത്രം, അല്ലാതെ ഇത്രയും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ വെറുതെ വാങ്ങി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാനിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കോന്ന്. പക്ഷേ ഞാനങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, വാങ്ങിക്കാനും തോന്നില്ല. കാരണം നമ്മളിവിടെ സ്ഥിരമല്ലല്ലോ, പെർമനൻറ്റ് വിസയാണ്. എന്നാലും നമ്മളിവിടെ പെർമനൻ്റ് അല്ലല്ലോ. നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ എന്തായാലും ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം പോവാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങി വെറുതെ ക്യാഷ് കളയാറില്ല. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും.
അല്ലാതെ ഡെക്കറേറ്റീവായിട്ടുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിക്കാറില്ല. അതേപോലെ തന്നെ ആദ്യമൊക്കെ എനിക്കിങ്ങനെ ഏതെങ്കിലും ഷോപ്പിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ടും ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ്, അതല്ലെങ്കിൽ വേറെ ഈ റൂം ഡെക്കർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നോക്കാറ്. ഇപ്പോൾ അങ്ങനെയല്ല, ഞാൻ ആദ്യം തന്നെ കിച്ചണിലേക്കുള്ള ഐറ്റംസാണ് നോക്കുക. അതിന് കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെയാണ്. യൂട്യൂബിൽ നല്ല നല്ല ഇതുപോലെയുള്ള ഫ്രൈ പാനും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ നല്ലൊരു രസമായിരിക്കും കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും ഇപ്പോൾ കിച്ചൺ ഐറ്റംസിനോടാണ് ഇൻട്രസ്റ്റ്. ഈ ഒരു സെക്ഷനിൽ ഫുള്ള് കുട്ടികൾക്കുള്ള കളേഴ്സ്, പെൻസിൽസ്, പിന്നെ ബുക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഇവിടെ ഞാൻ ചെറിയൊരു ഡയറി നോട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിയാൽ എനിക്ക് ദുആ ബുക്ക് ആക്കാമെന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് മനസ്സിൽ. അത് പറഞ്ഞപ്പോഴാണ് നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളെ ദുആ ബുക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്തപ്പോൾ അതേപോലെ തന്നെ അവർക്കും ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്തല്ലോ. ഞാൻ ചെയ്ത പോലെ തന്നെ ഒരു ദുആ ബുക്ക് ഉണ്ടാക്കി, അതിൻ്റെ കവർ പേജൊക്കെ അതേപോലെ തന്നെ ആൾ ചെയ്തു. അതൊക്കെ നമ്മൾ വീഡിയോസിനും ഞാൻ പറയുന്ന വാക്കുകൾക്കും ഒക്കെ വാല്യൂ തരുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്തതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. മാജിദ എന്നാണ് നമ്മൾ ആ ഒരു സബ്സ്ക്രൈബറിൻ്റെ പേര്. അതേപോലെ തന്നെ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇടയ്ക്കൊക്കെ ഓരോ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. ദുആ ബുക്കും ഇസ്ലാമിക് പ്ലാനറൊക്കെ നമ്മളുണ്ടാക്കിയ പോലെ തന്നെ അവരും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നിങ്ങൾ ഇതുപോലെ ദുആ ബുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരികയാണെങ്കിൽ ഞാനിതുപോലെ വീഡിയോസിൽ ആഡ് ചെയ്യാം. അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.